ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുണ്ടോ, കേരളത്തെ തന്നെ ഏറ്റവും വലിയ ഭോജനശാലയായിരിക്കും. ഏറ്റവും വലിയ ഭോജനശാല നോക്കി, ഒരേ സമയത്ത് 3000 പേര് 4000 പേരാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുക്കാഞ്ഞാണ്. ഇത് കണ്ടോ, ഇത് ഈ ക്യൂ ആയിട്ട് പോകുന്നത് മുഴുവൻ അതിൻ്റെ അകത്തോട്ട് പോകുന്നവരും തിരിച്ചു പോകുന്നവരുമാണ്. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് 10 ദിവസം ഇത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്വയം സേവകരിങ്ങനെ 4 സൈഡും ഉണ്ട്, അല്ലാതെ മറ്റമ്പലങ്ങളിലെ പോലെ അല്ല. ഇവിടെ എനിക്ക് തോന്നുന്നൊരു 500-600 പോലീസ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കലവറ നിറയ്ക്കലിനുള്ള ഓരോ വാർഡിൽ നിന്നുള്ള 33-ാം വാർഡിൽ നിന്നുള്ള ഇതാണ് അരി സാധനങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇത്. കാസർഗോഡ് നിന്ന് വരുന്ന കലവറ നിറയ്ക്കൽ പരിപാടിയാണ്. അങ്ങോട്ടേക്കുള്ള അന്നദാനം കൊടുക്കാനുള്ള സാധനങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇവിടെ അന്നദാനം നൽകുന്നത്. ഇത് ഏകദേശം 4 മണിക്ക് 5 മണിക്ക് കാസർഗോഡ് നിന്ന് ആരംഭിച്ചാണ്. 10 കിലോമീറ്ററാണ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്.
ആ 10 കിലോമീറ്റർ കടന്ന് ഈ വണ്ടികൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ദിവസവും 4 കറി 4-5 കറി പായസവും ചോറുമാണുള്ളത്. ഞാനിപ്പോൾ കഴിച്ചിട്ട് വന്നതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. തികച്ചും ഗ്രാമീണ മേഖലയാണ്. ഇവരെല്ലാം മധൂർ പോയിട്ട് വരുന്നവരാണ്. വ്യത്യാസം
ബംഗ്ലാദേശുകാരാണ്. Okay. apa dia kan apa पानी पानी ठंडा पानी नहीं पानी है नहीं आया नहीं है ये मलयालम में है ओके माशाअल्लाह ഇതാണ് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള മുതലക്കുളം. ഇതിൻ്റെ അകത്തൊരു മുതല കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. ഇതിനെ കണ്ട ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ഉച്ച സമയമായതുകൊണ്ട് അത് മുകളിലേക്ക് വന്നിട്ടില്ല. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് മുതലയെ കാണാനുള്ള ശ്രമത്തിലാണ്. അത് താഴെ ഉണ്ടെന്നാണ് മുൻപ് കണ്ടവർ പറഞ്ഞത്. മുൻപ് ഇവിടുത്തെ മുതല ചത്തുപോയതിന് ശേഷം വീണ്ടും ഒരു മുതല വന്നതാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഞാനും കുറേ നേരം അവിടെ നോക്കി നിന്ന്. നമുക്ക് കാണാൻ പറ്റുന്നത് കുളത്തിൻ്റെ നടുവിലുള്ള അനന്തപത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഇതിപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് വെള്ളം വറ്റിച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ പൂർണ്ണമായിട്ടും വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇതാ ഞാനിപ്പോൾ ഈ സൈഡിലോട്ട് വന്ന് ഈ സൈഡിലത്തെ കാഴ്ചകളിലാണ് നിൽക്കുന്നത്. ഇതുകൊണ്ട് ഈ കുളം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വറ്റിച്ചിട്ടിരിക്കുകയാണ്. കാരണം വേനൽക്കാലത്താണല്ലോ കുളങ്ങൾ വറ്റിച്ച് എല്ലാം ക്ലിയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പബ്ലിക്കായിട്ടുള്ള പൂജാകർമ്മങ്ങളൊന്നും ഇപ്പം ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇറങ്ങിയപ്പം തന്നെ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കാതായാലും കുഴപ്പമില്ല, പക്ഷേ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു കെട്ടാണ്. ഇതിൻ്റെ അകത്ത് ആൾ താമസമുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന പൂജാരിയോ കാര്യങ്ങളോ ഒക്കെ താമസിക്കുന്ന കെട്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് പണ്ട് രാജാക്കന്മാർ വന്ന് താമസിച്ചിരുന്ന കെട്ടായിരിക്കണം. ശാന്തിക്കാർക്ക് മാത്രം ഇത് ശാന്തിക്കാരുടെ മഠമാണ് കേട്ടോ. ശാന്തിക്കാരുടെ മഠമാണ് ഇത്. എല്ലാം വറ്റിച്ചിട്ടിരിക്കുകയാണ് തന്നെ. അപ്പോൾ വെള്ളം മൊത്തം വറ്റിച്ചിട്ടിരിക്കുന്ന കിണർ കുളം, അതിൻ്റെ നടുവിലുള്ള അമ്പലം. നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് ഇത്രയും വലിയ ഏരിയയിൽ നടുക്കൊരു കുളവും അമ്പലവും ഒക്കെ ആയിട്ട് അതിനിടയ്ക്ക് ഇവിടെ ഒരു കിളി വന്നിരിപ്പുണ്ട്. ഒരു പ്രത്യേക കിളി നോക്കി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് പറന്നുപോയി. അമ്പലക്കുളം ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. തികച്ചും ശാന്തമായ ഒരു ഏരിയയിൽ ഒരു ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുളം വറ്റിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇതാണ്.
അത് ശാന്തിക്കാർ താമസിക്കുന്ന മഠമാണ്. ശാന്തിക്കാർ താമസിക്കുന്ന മഠം ഒരു നാലുകെട്ടൊക്കെയുള്ള ഒരു സ്ഥലമാണ്. നാലുകെട്ട് പോലെ നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു സൈഡ് ഇറങ്ങുന്നത് നേരെ കുളത്തിനുള്ളിലേക്കാണ്. കുളത്തിന് നടുവിൽ ഒരു കിണർ, പിന്നെ അവിടുത്തെ പൂജാകാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെള്ളം ഒഴുകി വരാനുള്ള പിന്നെ ഒരു മണ്ഡപം. അത് സാധാരണ ഉണ്ടാകുന്നതാണല്ലോ, മുൻപിലൊരു മണ്ഡപം. ആ മണ്ഡപം, അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. മൊത്തമായിട്ടും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ഡപത്തിൻ്റെ അവിടെയൊക്കെ പൊട്ടിപ്പോയി. അതൊക്കെ കരിങ്കല്ല് കൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വരാലാണ് ഇരുന്ന് കേട്ടോ, നിറച്ച് വരാലായിരുന്നു വെള്ളം. പക്ഷേ എന്തോ എനിക്കറിയില്ല, അതായത് ഇത് കണ്ട, ഈ വെള്ളത്തിനൊരു സ്വർണ്ണമല്ല, ക്ഷമിക്കണം, ഒരു രക്തവർണ്ണം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ മുഴുവൻ ഇത് കണ്ടോ, രക്തത്തിൻ്റെ കളറ്. എനിക്കൊന്ന് ആ അമ്പലത്തിൻ്റെ ആ ഇത് പ്രതിഫലിക്കുന്നതാണോന്ന് സംശയമുണ്ട്. ആ വെള്ളത്തിനൊരു രക്തക്കളറാണ് മൊത്തത്തിൽ, ഈ ചേറയിൽ ഒഴുകി നിൽക്കുന്നതല്ല. ആ അമ്പലത്തിൻ്റെ ഒരു പ്രതിഫലനമാണെന്ന് തോന്നുന്നു. അപ്പോൾ ശരി, പതിയെ അമ്പലത്തിന് വെളിയിലോട്ടിറങ്ങാം. ഇതാണ് ഇവിടുത്തെ ആൽത്തറ. നോക്കി, ഈ ചീങ്കല്ലേലാണ് കേട്ടോ, ഈ ചീങ്കല്ലിലാണ് ഈ ആല് നിൽക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ചീങ്കല്ലിലാണ് ഈ ആല് നിൽക്കുന്നത്. അതൊരു ഭയങ്കര ഇത് തന്നെയാണ്. മിക്ക അമ്പലങ്ങളിലും ചെല്ലുമ്പം കാണുന്ന കാഴ്ചയാണ് ഇതുപോലത്തെ ചീങ്കല്ലുകൾ. അതായത് ഒരു കുത്തിയാൽ പോലും ഇറങ്ങിയല്ലാത്ത ചീങ്കല്ല് വേര് പൊട്ടി ഇറങ്ങിയാണ് ഈ ആലുകൾ നിൽക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തുകൂടിയാണ് ഒരു തണലുണ്ടെന്ന് പറയുന്നത്. ഈ കിളിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രത്യേക കിളി. ഇതുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. കണ്ടുപോയി. മീൻ പിടിക്കുന്ന കിളിയാണ്. ഒതുക്കത്തിൽ മീൻ പിടിക്കാമല്ലോ. ഇത് ഗണപതിയുടെ അമ്പലമാണ്, ഉള്ളാക്കുള ബബ്ബറിയ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, കാരണം എല്ലാം കന്നഡയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് എന്നാന്ന് മനസ്സിലാകുന്നില്ല. ഈ ശ്രീ ഗണപതി എന്ന് എഴുതിയിരിക്കുന്നത് മാത്രം മനസ്സിലായി. ഇത് ഗണപതി ക്ഷേത്രമാണ്. ഇവിടെ ഒരു തുളസിത്തറ, മനോഹരമായ ഒരു തുളസിത്തറയുണ്ട്. ഇത് കണ്ട, നല്ല രസമുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇരിക്കും ശരിക്കും ഇവിടുത്തെ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ കർമ്മമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു മഴക്കാലത്ത് എടുത്ത ചിത്രമാണെന്ന് കരുതുന്നു, കാരണം എല്ലാം തണുത്ത് നിൽക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ഇതാണ് ശരിക്കും കാണേണ്ട കാഴ്ച. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ വന്നത് വേനൽക്കാലത്തായിപ്പോയി. അതുകൊണ്ട് നമുക്കിതേ കാണാൻ പറ്റൂ. വേനൽക്കാലത്തിൻ്റെ കാഴ്ചകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്ഷേത്രത്തിലും കുഞ്ഞിക്ക് ഫാൻസ് ഉണ്ടായിരിക്കുകയാണ്. കുഞ്ഞി ഫാൻസാണ് എല്ലായിടത്തും. ഇത് കൂടുതലും തുളു സംസാരിക്കുന്ന കന്നഡക്കാരാണ് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ മുഴുവൻ ഇതുപോലെയായിരിക്കും. കേരളം വിടുകയാണ്. കേരളം വിടാനുള്ള സമയമായിട്ടുണ്ട്.